ഒരു മുറി തേങ്ങ എടുത്തിട്ട് ചിരട്ട കളഞ്ഞ് അതിൻ്റെ മുരിയും കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അതിൽ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ടൊന്ന് വെയിലത്ത് വയ്ക്കാം. അടപ്പത്ത് വെച്ചാൽ അത് ചുവന്ന കളറാവും. അതിലേക്ക് ഈ നേരം കൊണ്ട് അടപ്പത്ത് 1 കപ്പ് പാലൊഴിച്ചിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 കഷ്ണം വെണ്ണ ഇടാം. വെണ്ണ ഇട്ട് കഴിയുമ്പോൾ വെണ്ണ ഇട്ടിട്ട് ഇലക്കി നമ്മളത് കുറുക്കി 1/2 കപ്പാക്കണം. തേങ്ങയിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പും 1 പാക്കറ്റ് പാൽപ്പൊടി ഇട്ടുക. 1/2 കപ്പ് പാല് കുറുകിയായി വന്നു കഴിഞ്ഞിട്ട് അതിലേക്ക് ഈ തേങ്ങയിലേക്ക് അത് ഒഴിച്ച് കുഴച്ച് ഒരു ബട്ടർ പേപ്പറിലേക്ക് എടുത്തിട്ട് നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പാക്കിയ ഈ കഷ്ണങ്ങൾ ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ അത് പൊട്ടില്ല. പാകത്തിന് നോക്കിയിട്ട് വെള്ളം കൂടാണ്ട് നോക്കണം കേട്ടോ. ഈ നേരം കൊണ്ട് നമുക്ക് അത് ഫ്രീസ് ആവുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിക്കുക, 2-3 സ്പൂൺ പഞ്ചസാര ഇടുക. അപ്പോൾ പെട്ടെന്ന് ഡബിൾ ബോയിലിങ്ങിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അത് എന്നിട്ട് ഓരോന്നും അതിൽ മുക്കിയിട്ട് ബട്ടർ പേപ്പറിൽ വയ്ക്കുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക പുതിയത് ഇടാനായിട്ട്. ലാസ്റ്റ് 2 എണ്ണം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മളത് എടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്നും ടൈറ്റായിട്ട് വരില്ലേ. ടൈറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ആ സ്പൂൺ കൊണ്ട് തന്നെ ഈ ബൗണ്ടിയുടെ മുകളിൽ ഒരു 3 എഡ്ജ് കാണാറില്ല, അതേപോലെ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ കൊത്തിയാൽ മതി. അപ്പോൾ അത് എന്നിട്ട് അത് നമ്മൾ ഫ്രീസറിൽ കൊണ്ട് വയ്ക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴേക്കും നല്ല ഇതായിട്ട് വരും. അപ്പോൾ അരികുവശം എടുത്തു കഴിയുമ്പോൾ അരികുവശം ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ബൗണ്ടി ആയിട്ട് കഴിക്കാം. ഹോം മെയ്ഡ് ബൗണ്ടി. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു.